നമസ്കാരം. പ്രധാന വാർത്തകൾ. ചക്രവാത ചുഴി. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന വടക്കൻ കേരള തീരത്തിനു മുകളിലായാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓപ്പറേഷൻ നുംഖോർ. കസ്റ്റംസിന് അപേക്ഷ നൽകാൻ ദുൽഖർ സൽമാൻ. ഓപ്പറേഷൻ നുംഖോറിൽ പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാനായി ദുൽഖർ സൽമാൻ ഉടൻ കസ്റ്റംസിന് അപേക്ഷ നൽകും. ഹൈക്കോടതി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. അതേസമയം കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കസ്റ്റംസ്. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിശദമായ വാദം കേട്ട കോടതി കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ ദുൽഖറിന്റെ ആവശ്യം പരിഗണിക്കണമെന്ന് ഇടക്കാല ഉത്തരവിട്ടു. വാഹനം വിട്ടു നൽകാൻ സാധിക്കില്ലെങ്കിൽ കാരണം വ്യക്തമാക്കണമെന്നും കസ്റ്റംസിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലാൻഡ് റോവർ വിട്ടുകിട്ടാൻ ദുൽഖർ അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നത്. കുന്നംകുളത്ത് മദ്യലഹരിയിൽ അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടി. 18-കാരനെ ബിയർ കുപ്പി പൊട്ടിച്ച് കുത്തിക്കൊന്നു. ഒഡീഷ സ്വദേശി പിന്റുവാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. രാത്രിയോടെയായിരുന്നു സംഭവം. പ്രീതം എന്ന് വിളിക്കുന്ന ധരംബീർ സിംഗിനെ കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ബിയർ കുപ്പി പൊട്ടിച്ച് ശരീരമാസകലം കുത്തിയാണ് കൊലപ്പെടുത്തിയത്. 6-അംഗ സംഘം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. പ്രീതുവും പ്രിന്റുവും മദ്യപിച്ചിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് പ്രീതം പിന്റുവിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. വാതിലും ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. കോഴിക്കോട് ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നാദാപുരം കല്ലാച്ചിയിലാണ് ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ ഇടിമിന്നലിൽ വീടിന് തീപിടിച്ചത്. കല്ലാച്ചി പയന്തോങ്ങിലെ പുത്തൂർ താഴേക്കുനി ബാബുവിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വീട്ടുകാർ ഉറങ്ങുന്നതിനിടെയാണ് വീടിന്റെ അടുക്കള ഭാഗത്ത് ഇടിമിന്നലേറ്റത്. അടുക്കളയുടെ വാതിലും വയറിങ്ങും പൂർണ്ണമായും കത്തിനശിച്ചു. ചാർജ് ചെയ്യാൻ വെച്ച മൊബൈൽ ഫോൺ, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, മിക്സി എന്നിവയും കത്തിനശിച്ചു. ചേലക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ച. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ തേടി SIT. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയ SIT. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കാനാണ് നീക്കം. പോറ്റിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെന്നാണ് സൂചന. വ്യത്യസ്ത ടീമുകളായി തിരഞ്ഞ് ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും ഉൾപ്പെടെ SIT അന്വേഷണം വ്യാപിപ്പിക്കും. ഇതിനിടെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ ദ്വാരപാലക ശില്പപാളികൾ അമിക്കസ് ക്യൂറി ഇന്ന് പരിശോധിക്കും. സ്ട്രോങ് റൂം പരിശോധനയും ഇന്ന് തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരെയും അടക്കം പ്രതിയാക്കി 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.